സ്നേഹപൂർവ്വം ഷാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ഔട്ട് ഹൗസിലെ ആ റൂമിൽ വേദന സഹിക്കാനാവാതെ കഷ്ടപ്പെട്ട് കിടക്കുന്ന ഉർവശിനെയാണ് കേട്ടോ. ഈ സമയം ഉർവശിക്കാണെങ്കിൽ വല്ലാത്ത ദാഹം തോന്നുവാണ്. അങ്ങനെ ടേബിളിലിരിക്കുന്ന ജഗ്ഗിൽ നിന്ന് വെള്ളം എടുക്കാനായിട്ട് ശ്രമിക്കുമ്പോഴേക്കും ജഗ്ഗ് താഴെ വീണ് പൊട്ടുവാണ് കേട്ടോ. ഈ സമയം ഉർവശി മുമ്പ് മുത്തശ്ശിക്ക് പനി പിടിച്ചപ്പോൾ മുത്തശ്ശീനെ കുറേ വായി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞതും മുത്തശ്ശിയോട് ഇനി ഔട്ട് ഹൗസിൽ കിടന്നാൽ മതി എന്ന് പറഞ്ഞ് കൽപ്പനയോട് മുത്തശ്ശിയെ ഔട്ട് ഹൗസിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ മാറ്റണം എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട്. പിന്നീട് മുത്തശ്ശി വെള്ളം കുടിക്കാനായിട്ട് ജഗ് എടുത്തപ്പോൾ അറിയാതെ ജഗ് താഴെ വീണ് പൊട്ടിയല്ലോ. ആ ബഹളം കേട്ട് അങ്ങോട്ടേക്ക് വന്നതും മുത്തശ്ശിയെ കണ്ണുപൊട്ടുന്ന രീതിയിൽ ചീത്ത പറഞ്ഞതുമൊക്കെ ഓർത്ത് ആകെ സങ്കടപ്പെടുവാണ്ട് ഉർവശി. എന്നിട്ട് പതിയെ മേശയിലിരിക്കുന്ന ഫോൺ എങ്ങനെയൊക്കെയോ ഏന്തി വലിഞ്ഞെടുത്ത് അതിൽ ചന്ദ്രശേഖരൻ്റെ നമ്പറിലേക്ക് വിളിക്കുവാണ്. ഈ സമയം ചന്ദ്രശേഖരനും സാറയും കൂടി ഒരു വലിയ പാർട്ടിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് കാറിലേക്ക് കയറുമായിരിക്കും. അന്നേരം സാറ ചന്ദ്രശേഖരനോട് ചോദിക്കുന്നുണ്ട്, ചന്ദ്രു എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ പാർട്ടി? അന്നേരം ചന്ദ്രശേഖരൻ പറയണേ, സത്യം പറയാമല്ലോ സാറോ, ഞാനിതുവരെ ഇത്ര വലിയൊരു പാർട്ടിയിൽ പങ്കെടുത്തിട്ടില്ല. ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. സത്യം പറഞ്ഞാൽ സാറ് എൻ്റെ കൂടെ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഇതുപോലൊരു പാർട്ടിയിലൊക്കെ പങ്കെടുക്കാൻ പറ്റിയത്. ചന്ദ്രു, ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളിങ്ങനെ പൈസ ഉണ്ടാക്കിയത് കൊണ്ട് മാത്രം എന്താ കാര്യമുള്ളത്? ആ പൈസ കൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതം എൻജോയ് ചെയ്യണ്ടേ? ചന്ദ്രു നല്ല രീതിയിൽ ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്, അതിലൂടെ വലിയ ലാഭങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ അത് മാത്രം പോരല്ലോ, നമ്മുടെ ലൈഫിലും ചില കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. അതിന് ഇതുപോലുള്ള പാർട്ടിയിലൂടെയും നല്ല നല്ല ഫ്രണ്ട്ഷിപ്പിലൂടെയൊക്കെ പറ്റുള്ളൂ. അന്നേരം ചന്ദ്രു പറയണേണ്, ശരിയാ സാറ് പറഞ്ഞത്, ഇത്രയും നാളും ഞാൻ പണത്തിൻ്റെ പിന്നാലെയുള്ള ഓട്ടത്തിൽ പല കാര്യങ്ങളും മറന്നുപോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എൻ്റെ നല്ല ഫ്രണ്ടായിട്ട് സാറ് എൻ്റെ കൂടെ ഉണ്ടല്ലോ. സാറ് എൻ്റെ ഒപ്പം ഉള്ളത് കൊണ്ട് തന്നെ ഇനി ഞാൻ എൻജോയ് ചെയ്യാൻ മറന്നുപോയതെല്ലാം തിരിച്ചു പിടിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞ് അവർ രണ്ടുപേരും ചിരിച്ച് സന്തോഷത്തോടെ ഇരിക്കുവാണ്. ഈ സമയത്തായിരിക്കും ചന്ദ്രശേഖരൻ്റെ ഫോണിലേക്ക് ഉർവശിയുടെ കോള് കാണുന്നത്. അങ്ങനെ ആ ഫോൺ വരുന്നത് കാണുമ്പോൾ തന്നെ ചന്ദ്രശേഖരൻ അങ്ങ് ദേഷ്യം കയറുക. മുഖമൊക്കെ മാറണേ. ഓ, ഇവളെന്തിനാ ഇപ്പോൾ ഈ സമയത്ത് ഇങ്ങോട്ട് വിളിക്കുന്നത്? അല്ലെങ്കിലും നല്ല മൂഡ് നശിപ്പിക്കാനായിട്ട് ഇതുപോലെ ഇറങ്ങിക്കോളും. ഈ സമയം സാറേം പറയണേ, അല്ലെങ്കിലും ഈ വീട്ടിലുള്ള ഭാര്യമാരെല്ലാം കണക്ക് തന്നെയാണ്. ഏതു നേരവും സംശയത്തിൻ്റെ കണ്ണുകളുമായിട്ട് ഭർത്താക്കന്മാരുടെ പിന്നാലെ ഉണ്ടാകുമല്ലോ. എന്താണെങ്കിലും ചന്ദ്ര ഫോൺ എടുക്കാൻ നോക്ക്, അല്ലെങ്കിൽ ഇനി വിളിച്ച് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ചന്ദ്രശേഖരൻ കോൾ എടുക്കുക. എന്താ ഇത്? എന്തിനാ നീ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മീറ്റിങ്ങിലാണെന്ന് നിനക്കറിയില്ലേ? ചന്ദ്രേട്ടാ, എനിക്ക് തീരെ വയ്യ. ഇപ്പോൾ മുഖത്തുള്ള കുരുക്കളൊക്കെ കൂടുതൽ പൊങ്ങിയിരിക്കുവാണ്. നല്ല വേദനയും തളർച്ച ക്ഷീണം ഒക്കെയുണ്ട്. തീരെ വയ്യ. ഇവിടെ ഈ ഔട്ട് ഹൗസിൽ ഒറ്റയ്ക്ക് എനിക്ക് എൻ്റെ കാര്യങ്ങൾ നോക്കാൻ പറ്റുന്നില്ല ചന്ദ്രേട്ടാ. ശരീരമാകെ തളർന്നു പോകുന്നത് പോലെ തോന്നുക. ഈ സമയം ചന്ദ്രശേഖരൻ പറയണേ, നിന്നെ രാവിലെ കണ്ടപ്പോൾ തന്നെ സാറ് ഇത് പറഞ്ഞതല്ലേ? നീ ആദ്യം സാറ് പറഞ്ഞതുപോലെ അവിടെ ഒരു റൂമിൽ അടങ്ങി ഒതുങ്ങിയിരിക്കാൻ നോക്ക്. ഇതേ പകർച്ചവ്യാധിയാണ്. അവിടെ പിന്നെ ഒറ്റയ്ക്കിരിക്കാതെ പിന്നെ എന്ത് ചെയ്യണം? എന്താ ഞാൻ വന്ന് നിനക്ക് കൂട്ടിരിക്കണോ? എന്നിട്ട് അസുഖർക്ക് കൂടി പകരണോ? അതെ, നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഞാൻ ഈ ബിസിനസ്സിൻ്റെ പിന്നാലെ മറ്റുമായിട്ട് ഓടി നടക്കുന്നതേ എല്ലാവർക്കും വേണ്ടി കൂടിയാണ്. നീ വെറുതെ അതിനിടയ്ക്ക് എന്നെ വിളിച്ചിങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കരുത് ചന്ദ്രേട്ട. ഞാൻ വേറെ മറ്റാരോട് പറയാനാ? ഈ സമയം സാറ് പറയുന്നുണ്ട്, അതെ, വെറുതെ അസുഖം ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങിയിരിക്കാൻ നോക്കണം. അല്ലാതെ ചന്ദ്രുവിനെ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്തിട്ട് എന്ത് പ്രയോജനമുള്ളത്? ചന്ദ്രു എന്ത് ചെയ്യാനാ? സ്വയം വരുത്തി വെച്ചതല്ലേ? അത് കേൾക്കുമ്പോൾ ഉർവശി ചോദിക്കണേ, ഓ അത് ശരി, നിങ്ങളും അപ്പോൾ ചന്ദ്രേട്ടൻ്റെ കൂടെ ഉണ്ടായല്ലേ? സാറാ മാഡം കൂടെ ഉള്ളതുകൊണ്ടാണ് ചന്ദ്രേട്ടൻ്റെ ശബ്ദത്തിന് വല്ലാത്തൊരു മാറ്റം. ഈ സമയം ചന്ദ്രശേഖരൻ പറയണേ, അതെ, ആണെങ്കിൽ തന്നെ ഇപ്പോൾ എന്താ കുഴപ്പം? സാർ എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടാകും. അതിന് നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അന്നേരം ഉർവശി പറയുന്നുണ്ട്, ചന്ദ്രേട്ടാ, ഒന്നുമില്ലെങ്കിലും എല്ലാം ദൈവങ്ങൾ കാണുന്നുണ്ട്. ഇതിനൊന്നും നിങ്ങൾ ദൈവം വെറുതെ വിടാൻ പോകുന്നില്ല. അന്നേരം ചന്ദ്രശേഖരൻ പറയണേ, തൽക്കാലം ദൈവത്തിനെ കണ്ണു വെട്ടിച്ച് ഞാനും സാറേം പൊക്കോളാം. നീയേ ഇനി എന്നെ വിളിച്ച് ശല്യപ്പെടുത്താതിരുന്നാൽ മതി. അങ്ങനെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുവാണ്ടോ ചന്ദ്രശേഖരൻ. ഈ സമയം ചന്ദ്രശേഖരൻ്റെ ആ വാക്കുകളൊക്കെ കേട്ട് വല്ലാതെ തളർന്ന് സങ്കടപ്പെട്ട് കരയുവാണ് ഉർവശി. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം വിച്ചുവിൻ്റെ അമ്മക്കൊപ്പം ആ ഒരു മെൻ്റൽ ഹോസ്പിറ്റലിൽ എത്തുന്ന രാധികനെയാണ് കേട്ടോ. ഈ സമയം രാധികയും ആ ചേച്ചിയും കൂടി അവിടുത്തെ ഒരു അറ്റൻഡർ ചേട്ടനോട് ചോദിക്കുക, അതെ, ഡോക്ടറിനെ ഒന്ന് കാണാൻ പറ്റുമോ? ഡോക്ടറിനെയോ? അതിന് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് കാണുന്നത്? അത് പിന്നെ എൻ്റെ മോൻ ഇവിടെ ചികിത്സയിലാണ്. ഓ അങ്ങനെയാണോ? നിൽക്ക്, ഞാനാദ്യം ഡോക്ടറെ ചെന്ന് കാണട്ടെ എന്നും പറഞ്ഞ് അയാളകത്തേക്ക് കയറി പോകുവാണ്. ഈ സമയം രാധിക ചോദിക്കുന്നുണ്ട്, എന്താ ചേച്ചി, അയാളെന്താ നമ്മളോട് അങ്ങനെയൊക്കെ സംസാരിച്ചത്? അത് തന്നെയല്ലേ ഞാൻ പറഞ്ഞത് മോളെ, ഇവിടെയുള്ള എല്ലാ ആൾക്കാരും ഒരു പ്രത്യേക സ്വഭാവമോ. ആദ്യമായിട്ട് മോനോട് ചേർക്കാൻ വന്നപ്പോൾ എല്ലാവർക്കും ഭയങ്കര സ്നേഹമായിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ നമ്മളവിടെ നോക്കുന്നതിലും നന്നായിട്ട് തന്നെ ഇവരെൻ്റെ മോനെ നോക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ പിന്നീട് ഇങ്ങനെയായി കാര്യങ്ങളൊക്കെ.
ഈ സമയം അയാൾ തിരിച്ചു വരുന്ന എന്നിട്ട് പറയണേ, അതെ ഡോക്ടർ വിളിക്കുന്നുണ്ട്. ഈ സമയം രാധിക ആ ചേച്ചിക്കൊപ്പം ഡോക്ടറിൻ്റെ റൂമിലേക്ക് കയറുവാണ്. അങ്ങനെ ഡോക്ടറാണെങ്കിൽ അവർക്കൊപ്പം വന്ന രാധികയെ കാണുന്നതും കണ്ണെടുക്കാതെ ഞെട്ടലോടുകൂടി നോക്കി നിൽക്കുക. ആ വരൂ, ഇരിക്കൂ. ഞാൻ കിച്ചുവിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. പിന്നെ ഡോക്ടറെ കണ്ടൊരു കാര്യവും കൂടി സംസാരിക്കണമെന്നുണ്ടായിരുന്നു. അല്ല, ഇതാരെയും കൂടെ വന്നിരിക്കുന്നത്? ഇത് എൻ്റെ അയൽവാസിയാണ്. പേര് രാധിക. അവിടുത്തെ അടുത്തുള്ള ക്ഷേത്രത്തിലെ തിരുമേനിയുടെ മോളാണ്. ആ അല്ല, എന്ത് കാര്യമോ പറയണമെന്ന് പറഞ്ഞത്? അത് പിന്നെ മറ്റൊന്നുമല്ല, കിച്ചു കുറേ നാളായാലും ഇവിടെ ട്രീറ്റ്മെൻറ്റ് തുടരുന്നു. ഞാനവനെ തിരികെ കൊണ്ടുപോയാലെന്ന് ആലോചിക്കുന്നത്. ഇതുവരെ അവൻ്റെ കാര്യത്തിലൊരു മാറ്റവും വന്നിട്ടില്ല. അപ്പോൾ പിന്നെ എൻ്റെ കൂടെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോയാലോ എന്ന് ഞാൻ ആലോചിച്ചു. ഈ സമയം ഡോക്ടർ പറയണേ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇതുവരെയുള്ള ബില്ലൊക്കെ സെറ്റിൽ ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാം. ഞാൻ എല്ലാ മാസവും കൃത്യയോടെ അടക്കാറുണ്ട്. ഇനി കുറച്ചുകൂടെ പെൻഡിങ് കാണുകയുള്ളൂ. ആണോ, ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ എന്നും പറഞ്ഞ് ഡോക്ടർ ലാബിൽ ചെക്ക് ചെയ്യുവാണ്. എന്നിട്ട് പറയണേ, ഇനി അക്കൗണ്ട്സിൽ ഒരു 3 ലക്ഷം രൂപയും കൂടി അടക്കാൻ കാണിക്കുന്നുണ്ട്. അതൊക്കെ ഫുള്ള് അടച്ചു തീർക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വിച്ചുവിനെ എപ്പോൾ വേണമെങ്കിലും ഡിസ്ചാർജ് ചെയ്തുകൊണ്ട് പോകാം. അത് കേൾക്കുന്നതും അവർ ഞെട്ടുവാ. അയ്യോ ഡോക്ടറെ, എന്തായി പറയുന്നത്? 3 ലക്ഷം രൂപയോ? ഈ സമയം രാധിക പറയുന്നുണ്ട്, ഡോക്ടർ കൃത്യമായിട്ടൊന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുമോ? അതിൻ്റെ ബില്ലോ മറ്റോ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൊന്ന് തരുമോ? ഞങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്യാനാ. ഈ സമയം ഡോക്ടർ പറയണേ, അതെ ഇവിടെ രജിസ്റ്റർ ചെയ്യാൻ വന്ന സമയത്ത് തന്നെ ഇവിടെയുള്ള ഡീറ്റെയിൽസിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞതല്ലേ. ഞാൻ സിസ്റ്റത്തിലൊന്ന് ചെക്ക് ചെയ്തപ്പോൾ ഇത്രയും എമൗണ്ട് കാണിക്കുന്നുണ്ട്. കൃത്യമായിട്ടുള്ള കണക്കറിയണമെങ്കിൽ അക്കൗണ്ട്സിൽ വിളിച്ച് എന്നെ അറിയേണ്ടി വരും. ആ തുകയെല്ലാം സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടുന്ന് ഡിസ്ചാർജ് കിട്ടുകയുള്ളൂ. എല്ലാ വ്യവസ്ഥകളും പറഞ്ഞു തന്നെയാണല്ലോ കുട്ടീനെ ഇവിടെ അഡ്മിറ്റ് ചെയ്തത്. അയ്യോ ഡോക്ടറെ, അങ്ങനെയൊക്കെ ഇത്ര വലിയൊരു എമൗണ്ട് പറഞ്ഞാൽ ഇപ്പം എൻ്റെ കയ്യിൽ അത്ര തുകയൊന്നും എടുക്കാനില്ല. എന്താണെങ്കിലും ഞാനൊന്ന് ആലോചിക്കട്ടെ. ഇപ്പോൾ എനിക്ക് എൻ്റെ മോനെ ഒന്ന് കാണാൻ പറ്റുമോ? അതിനെന്താ, അതിനുള്ള സൗകര്യം ഒരുക്കാം. നിങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യൂ. അല്ല, കുട്ടിയുടെ പേരെന്താന്നാ പറഞ്ഞേ? രാധിക. ശരി, നിങ്ങൾ വെയിറ്റ് ചെയ്തോളൂ, ഞാൻ വിളിക്കാം. അങ്ങനെ ഡോക്ടർ ഉടനെ തന്നെ ചന്ദ്രശേഖരൻ്റെ ഫോണിലേക്ക് വിളിക്കുവാണ്. ഈ സമയം ശേഖർ കോൾ എടുക്കുക. ഡോക്ടർ പറഞ്ഞോ. ചന്ദ്രശേഖർ, ഈ ഗായിക ശ്യാമയുടെ രൂപത്തിലും അതേ രൂപത്തിലും ഭാവത്തിലുമുള്ള മറ്റാരെങ്കിലും ഉണ്ടോ? ഉണ്ട്. അല്ല ഡോക്ടർ എന്താ ഇപ്പോൾ അങ്ങനെ ഒരു കാര്യം എന്നോട് ചോദിച്ചത്? മിസ്റ്റർ ചന്ദ്രശേഖർ, നിങ്ങൾ ശ്യാമേനോട് അഡ്മിറ്റ് ചെയ്യാൻ വന്നപ്പോൾ എന്തുകൊണ്ട് ഇക്കാര്യം എന്നോട് പറഞ്ഞില്ല? അത് പിന്നെ അപ്പോൾ പറയേണ്ട കാര്യമൊന്നും തോന്നില്ല. അതത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയ കാര്യമായിരുന്നില്ലല്ലോ. ആര് പറഞ്ഞു ഇമ്പോർട്ടൻ്റ് അല്ല എന്ന്? ആരാ അത്? അത് ശ്യാമയുടെ മകളാ, രാധിക. ഓ, ആ രാധിക എന്ന് പറയുന്ന പെണ്ണെ ഇപ്പോൾ ഇവിടെ ഈ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. ഡോക്ടർ എന്തൊക്കെയാണ് പറഞ്ഞത്? അവൾ അവിടെ എത്തിയിട്ടുണ്ടെന്നോ? എങ്കിൽ സൂക്ഷിക്കണം. അവൾ ഒരു കാരണവശാലും ശ്യാമയെ കാണാൻ പാടില്ല. മിക്കവാറും ശ്യാമ അവിടെ ഉണ്ടെന്നുള്ള എന്തെങ്കിലും സൂചന കിട്ടിയിട്ടായിരിക്കും അവൾ വന്നിരിക്കുന്നത്. ഒരിക്കലും അവൾക്ക് ശ്യാമയെ കണ്ടു കിട്ടാൻ പാടില്ല. മിസ്റ്റർ ചന്ദ്രശേഖർ, നിങ്ങൾ പേടിക്കണ്ട. അവർ അങ്ങനെ ഒരു ഡൗട്ടോട് കൂടി വന്നതല്ല. അവളുടെ കൂടെ വേറൊരു സ്ത്രീയും കൂടി വന്നിട്ടുണ്ട്. അവരുടെ മോനോട് അഡ്മിറ്റാണ്. ആ പയ്യനെ കാണാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. എന്താണെങ്കിലും ഇപ്പം എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അതുകൊണ്ട് ഞാൻ കാര്യങ്ങൾ വേണ്ട രീതിയിൽ തന്നെ മാനേജ് ചെയ്തോളാം. താൻ ധൈര്യമായിട്ടിരിക്കും. അങ്ങനെ പറഞ്ഞാൽ കോൾ കട്ട് ചെയ്യുവാണ്. ഈ സമയം അവിടുത്തെ നേഴ്സ് അങ്ങോട്ടേക്ക് വരുവാ. അന്നേരം ഡോക്ടർ ആ നേഴ്സിനോട് പറയണേ, അതെ ഇപ്പം എൻ്റെ റൂമിൽ നിന്ന് പുറത്തേക്ക് പോയ ആ സ്ത്രീയും കൂടെ വന്ന ആ പെണ്ണും കണ്ടോ? കണ്ടു സാർ. ആ പെൺകുട്ടിക്ക് ഗായിക ശ്യാമയുടെ അതേ ചായയാണ്. അവളെ ഗായിക ശ്യാമയുടെ മകൾ തന്നെയാണ്. അതുകൊണ്ട് അവളുടെ മേൽ വിനീത സിസ്റ്ററിൻ്റെ ഒരു കണ്ണ് പ്രത്യേകം വേണം. അവളൊരു കാരണവശാലും ആ ശ്യാമനെ കാണാൻ പാടില്ല. അവൾക്ക് സംശയം തോന്നുന്നൊന്നും ഇവിടെ ഉണ്ടാകാനും പാടില്ല. നമുക്ക് വലിയ രീതിയിൽ ഡൊണേഷനും പൈസയൊക്കെ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അതൊക്കെ ഇതുപോലുള്ള പല രീതികളിലൂടെയാണ്. അങ്ങനെയുള്ളപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ ചില സഹായങ്ങളും ചെയ്തു കൊടുക്കേണ്ടി വരുമല്ലോ. അങ്ങനെ നമുക്ക് കാത്തു സൂക്ഷിക്കാൻ തന്നൊരു നിധിയല്ലേ ശ്യാമയും. ആ ശ്യാമയെ നമ്മൾ ഭൂതത്താന്മാരെ പോലെ കാത്തു സൂക്ഷിച്ചല്ലേ പറ്റുള്ളൂ. എന്താണെങ്കിലും അവർ രണ്ടാളും ഇവിടെ നിന്ന് പോകുന്നതുവരെ ആ പെണ്ണിൻ്റെ മേലെ സിസ്റ്ററിൻ്റെ ഒരു കണ്ണുണ്ടാവണം. ഒരു കാരണവശാലും നമ്മുടെ പ്ലാനിംഗ് ഒന്നും പാളിപ്പോകാൻ പാടില്ല. മനസ്സിലായല്ലോ? മനസ്സിലായി സാർ. എന്നാൽ ചെല്ലി ആ വിച്ചുവിൻ്റെ റൂമിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോകും. ഇതേ സമയം കിച്ചു ആണെങ്കിൽ ശ്യാമയുടെ അമൃതയുടെയും കൂടെ അവരുടെ റൂമിലിരിക്കുമായിരിക്കും കേട്ടോ. ഈ സമയം ശ്യാമ ചോദിക്കുന്നുണ്ട്, മോൻ്റെ അമ്മ ഇന്ന് വരുമോ? ഇന്ന് വരും. ഞാൻ അമ്മയെ സ്വപ്നത്തെ കണ്ടു കഴിഞ്ഞാലേ അടുത്ത ദിവസം അമ്മ വരാറുണ്ട്. ആണോ മോനെ? ഈ സമയത്തായിരിക്കോട്ടോ ആ സെക്യൂരിറ്റി സ്ത്രീകൾ രണ്ടുപേരും കൂടി അങ്ങോട്ടേക്ക് എത്തുന്നത്. അവർ ശ്യാമേനെ അമൃതേനെയും വിളിക്കണേ. അതെ, രണ്ടുപേരും ഒന്ന് വന്നേ. എന്തിനാ? നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ചെക്കപ്പ് ഉണ്ട്. ചെക്കപ്പോ? ഞങ്ങൾക്കെന്തിനാ ചെക്കപ്പ് എന്നും പറഞ്ഞ് അവരോട് തർക്കിക്കാൻ നിൽക്കുക. ഈ സമയം ആ സെക്യൂരിറ്റിക്കാർ രണ്ടുപേരും കൂടി ശ്യാമയുടെ അമൃതയുടെയും വാപ്പത്തിയിട്ട് അവരവിടെ നിന്ന് ബലം പ്രയോഗിച്ച് കൂട്ടിക്കൊണ്ടു പോകുവാണ്. ഇതേ സമയത്തായിരിക്കോട്ടോ കിച്ചുവിനെ കാണാനായിട്ട് അവനുള്ള റൂമിലേക്ക് രാധികയും ആ ചേച്ചിയും കൂടി പൊക്കോണ്ടിരിക്കുന്നത്. അന്നേരം
ശ്യാമേനെ അമൃതേനെയും ആ സെക്യൂരിറ്റിക്കാര് വാപുത്തിക്കൊണ്ട് ബലം പ്രയോഗിച്ച് അവിടെ നിന്ന് വലിച്ചു പിടിച്ചുകൊണ്ട് പോകുവാണ്. ഈ സമയം ശ്യാമയാണെങ്കിൽ അതുവഴി വരുന്ന രാധികേനെ കാണുന്നുണ്ട്. എന്നാൽ രാധികയും ആ സ്ത്രീയും കാണാതിരിക്കാൻ വേണ്ടി ആ സെക്യൂരിറ്റിക്കാരെ മറച്ചു പിടിച്ചാണ്ടോ ശ്യാമേനെ അവിടെ നിന്നും കൊണ്ടുപോകുന്നത്. ഈ സമയം രണ്ടുപേരെ ബലം പ്രയോഗിച്ച് കൊണ്ടുപോകുന്ന ആ കാഴ്ച രാധികയും ആ ചേച്ചിയും കാണുക. അങ്ങനെ അത് കണ്ട് രാധിക അങ്ങോട്ടേക്ക് തന്നെ നോക്കി നിൽക്കുക. അയ്യോ, എന്തൊക്കെയാണ് ചേച്ചി കാണിക്കുന്നത്? അവർ ബലം പ്രയോഗിച്ച് കൂട്ടിക്കൊണ്ട് പോകുവാണല്ലോ. എന്ത് പറയാനാ മോളെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്ഥിരം ഇതുപോലുള്ള ഓരോ കാഴ്ചകൾ കാണേണ്ടി വരും. അവരെ വല്ല ഷോക്ക് കൊടുക്കാനോ മറ്റോ ആയിരിക്കും കൊണ്ടുപോകുന്നത്. എന്നാലും എന്ത് ക്രൂരമായിട്ട് ഇവർ പെരുമാറുന്നത്. മോള് വാ, വിച്ചുവിൻ്റെ റൂം അവിടെ എവിടെയാണെന്നാണ് പറഞ്ഞത്, നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അങ്ങനെ പറഞ്ഞ് അവർ രണ്ടാളും മുമ്പോട്ട് നടക്കുവാണ്. ഈ സമയം അവരുടെ കൈ തട്ടി മാറ്റി ശ്യാമയാണെങ്കിൽ മോളെന്നും പറഞ്ഞ് ഉറക്കി വിളിക്കുവാണ് കേട്ടോ. അന്നേരം രാധിക കുറച്ച് ദൂരെ എത്തിയിട്ടുണ്ടാവും. എന്നാലും ആ ഒരു ശബ്ദം രാധിക കേൾക്കുവാണ്. അങ്ങനെ രാധിക പെട്ടെന്ന് നിന്ന് ആ ഒരു ശബ്ദം കേട്ട സ്ഥലത്തേക്ക് നോക്കുവാണ്. ഈ സമയം അവർ വേഗം തന്നെ ശ്യാമേനെയും അമൃതേനെയും അവിടെ നിന്നും മാറ്റുന്നുണ്ട്. അങ്ങനെ രാധിക ആ ശബ്ദം കേട്ട് ശ്യാമയുടെ ശബ്ദമാണോ എന്നുള്ള സംശയത്തിൽ അങ്ങോട്ടേക്ക് നടന്ന് നോക്കിക്കൊണ്ടിരിക്കുമായിരിക്കും. പെട്ടെന്നായിരിക്കോട്ടോ കിച്ചു അമ്മയെന്നും വിളിച്ച് കരഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് ഓടിപ്പോകുന്നത് കാണുന്നത്. അത് കാണുന്നതും കിച്ചുവിൻ്റെ അമ്മ പറയണേ, അയ്യോ എൻ്റെ മോളെ രാധികെ, ദേ അവൻ അങ്ങോട്ട് പോകുന്നു എന്നും പറഞ്ഞ് അവർ രണ്ടാളും കൂടി കിച്ചുവിൻ്റെ പുറകെ പോകുവാണ്. ഈ സമയം കിച്ചു ആണെങ്കിൽ എന്തോ കണ്ട് പേടിച്ച പോലെ വന്ന് അവിടെ ബെഞ്ചിൽ ചെവിയൊക്കെ പൊത്തിപ്പിടിച്ചിരിക്കുമായിരിക്കും. അന്നേരം രാധികയും ആ ചേച്ചിയും ഓടി അങ്ങോട്ടേക്ക് എത്തുക. മോനെ എന്തു പറ്റി? ദേ നോക്ക്, മോൻ്റെ അമ്മ വന്നു. എൻ്റെ കിച്ചു മോൻ എന്താ പറ്റിയത്? അമ്മേ, എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകാം അമ്മേ. എനിക്കിവിടെ നിൽക്കണ്ട, ഞാനിനി നല്ല കുട്ടിയായിട്ട് നിന്നോളാം. എനിക്കിവിടെ നിൽക്കാൻ പേടിയാ അമ്മേ. ഇവരെന്നെ തള്ളുകയും വഴക്ക് പറയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യും. എന്നെയും കൂടി ഇവിടെ നിന്ന് കൊണ്ടുപോകാം അമ്മേ. മോനെ, അമ്മേ കാശ് റെഡിയാക്കിയിട്ട് ഉടനെ തന്നെ മോൻ ഇവിടെ നിന്ന് കൊണ്ടുപോകാം കേട്ടോ. ദേ മോനെ, നോക്കിക്കാരാ വന്നിരിക്കുന്നതെന്ന്. രാധിക ചേച്ചി. മോൻ ഓർമ്മയില്ലേ രാധിക ചേച്ചീനെ? നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചി. അന്നേരം കിച്ചു രാധികയെ നോക്കുവാണ്. എന്നിട്ട് നോക്കിയിട്ട് പറയണേ, ആ എനിക്കറിയാം രാധിക ചേച്ചീൻ്റെ പോലെ ഇതേ രൂപമുള്ളൊരു ആൻറ്റി ഉണ്ട് ഇവിടെ. അതേക്കുന്നതും രാധിക ഞെട്ടുക. മോനെ, നീ എന്താ പറഞ്ഞത്? എൻ്റെ ഇതേ രൂപമുള്ള ഒരു ആൻറ്റി ഉണ്ടെന്നോ? അതെ. സത്യമാണോ അമ്മ പറഞ്ഞത്? അതെ, കാണാനേ ചേച്ചിനെ പോലെ തന്നെയായിരിക്കുന്നത്. എവിടെയാ ആൻറ്റി ഉള്ളത്? അത് പിന്നെ പറ മോനെ, എവിടെയാ ഉള്ളത്? ഈ സമയത്തായിരിക്കോട്ടോ ഡോക്ടർ അങ്ങോട്ടേക്ക് എത്തുന്നത്. അങ്ങനെ ഡോക്ടർ കിച്ചുവിനെ നോക്കി പേടിപ്പിക്കുവാണ്. ഡോക്ടറെ കാണുന്നതും ഭയന്ന് കിച്ചു ആണെങ്കിൽ ആകെ പരിഭ്രമിച്ച് എന്ത് പറയണം എന്നറിയാതിരിക്കുവാണ്. അന്നേരം കിച്ചുവിൻ്റെ ഭാവമാറ്റം കൊണ്ട് രാധിക തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ഡോക്ടർ നിൽക്കുന്നത് കാണുവാണ്. ഈ സമയം രാധിക വീണ്ടും ചോദിക്കുന്നുണ്ട്, മോനെ മോൻ പറ, എവിടെയാണ് കണ്ടത്? അത് പിന്നെ ആകാശത്തുനിന്ന് വന്നു, ആകാശത്തേക്ക് പോയി. അങ്ങനെ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുവാണ്ടോ കിച്ചു. എന്നിട്ട് ഡോക്ടറെ കൂടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റിയോട് പറയണേ, ഇവനെ സെല്ലിലേക്ക് കൊണ്ടുപോയിക്കോ. കണ്ടില്ലേ നിങ്ങൾ, ഇവൻ ഇപ്പോഴൊരു മാറ്റവും വന്നിട്ടില്ല. മുമ്പത്തെ പോലെ തന്നെ കാണാത്ത കാര്യങ്ങൾ കണ്ടു എന്ന് പറയുവാണ്. അങ്ങനെ ഓരോ കഥ ഉണ്ടാക്കി പറഞ്ഞ് ബാക്കിയുള്ളവരെ കൂടി വിശ്വസിപ്പിക്കും. അവനിപ്പോഴും അവൻ്റെ മായാലോകത്ത് തന്നെയാണ്. അങ്ങനെ പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്നും പോകുവാണ്. ഈ സമയം രാധിക പറയണേ, ചേച്ചി എന്നാലും മോൻ പറഞ്ഞത് കേട്ടിട്ട് എനിക്ക് അങ്ങനെയല്ല തോന്നിയത്. അവൻ എന്തോ കാര്യം തന്നെയാണ് പറയാൻ വന്നത്. അവൻ നല്ലപോലെ സംസാരിച്ചു വന്നതാണ്. എന്നാൽ ആ ഡോക്ടറെ കണ്ടപ്പോഴാണ് അവൻ ആകെ ഡിസ്റ്റർബ് ആയത്. അത് മോൾക്ക് തോന്നുന്നതായിരിക്കും. അവൻ മുമ്പ് ഇങ്ങനെയാ, ഇതുപോലെ ഇടയ്ക്ക് ഓരോ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. ചില ജീവികളെ കണ്ടു, ചില സാധനങ്ങൾ കണ്ടു എന്നൊക്കെ പറയും. അന്നേരം രാധിക പറയണേ, അതല്ല ചേച്ചി, അവൻ പറഞ്ഞതിൽ എന്തോ ഒരു കാര്യം സീരിയസ് ആയിട്ടുണ്ട്. നമുക്ക് എന്താണെങ്കിലും ഒന്ന് ഇവിടെ എല്ലാം തിരഞ്ഞാൽ പറ്റുള്ളൂ. അങ്ങനെ പറഞ്ഞ സംശയത്തോടെ നിൽക്കുന്ന രാധികേനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്